മാറിയിരിക്കുന്നു. ഇതൊരു മുദ്രാവാക്യമല്ല, ഇന്നത്തെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ജനാധിപത്യത്തിൻ്റെ നെഞ്ചിലേക്ക് തോക്കു ചൂണ്ടുന്ന ഓരോ കൈക്കും ഇനി നിയമത്തിൻ്റെ കയ്യൊപ്പുള്ള മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. കാടിൻ്റെ ഇരുട്ടിലായാലും മലമുകളിലായാലും ഭൂമിക്കടിയിലെ രഹസ്യ ബങ്കറുകളിലായാലും ഭരണഘടനയെ വെല്ലുവിളിച്ച് ആയുധമെടുക്കുന്നവർക്ക് ഇനി ഒളിത്താവളമില്ല എന്ന മുന്നറിയിപ്പാണ് ഗഡ്ചിരോളിയിലെ വനാന്തരങ്ങളിൽ മുഴങ്ങിയിരിക്കുന്നത്. ഒരു കാലത്ത് സുരക്ഷാ സേനയ്ക്ക് പോലും പ്രവേശിക്കാൻ പ്രയാസമായിരുന്ന മേഖലകളിൽ ഇന്ന് നിയമത്തിൻ്റെ പതാക ഉയരുകയാണ്. മാവോയിസ്റ്റ് ഭീകര ശൃംഖലയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച് സുരക്ഷാ സേനയുടെ അതിസാഹസിക ഓപ്പറേഷൻ നടന്നുകഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി വനമേഖലയിൽ വർഷങ്ങളായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന മാവോയിസ്റ്റുകളുടെ ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രം പോലീസും CRPFും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കി. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ടൺ കണക്കിന് ആയുധ നിർമ്മാണ സാമഗ്രികളും സ്ഫോടക വസ്തു നിർമ്മാണ ഉപകരണങ്ങളുമാണ് സേന പിടിച്ചെടുത്തത്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂൺ 26-ന് ആരംഭിച്ച വ്യാപക തിരച്ചിൽ ദൗത്യത്തിനൊടുവിലാണ് ബാൽബേദ് വനമേഖലയിൽ ഈ രഹസ്യ കേന്ദ്രം കണ്ടെത്തിയത്. ഗഡ്ചിരോളി പോലീസിന്റെ പ്രത്യേക സംഘങ്ങളും CRPFും ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. തിരച്ചിലിൽ 5 മുതൽ 6 ടൺ വരെ ഭാരമുള്ള ലാത്ത് മെഷീൻ, 220-ലധികം തോക്കുകളുടെ ബാരലുകൾ, 150ഓളം ക്ലെമോർ, ഗ്രനേഡ് ലോഞ്ചർ നിർമ്മാണ പൈപ്പുകൾ, ഡ്രില്ലിംഗ് മെഷീനുകൾ, ഗ്രൈൻഡറുകൾ, ജനറേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ, വെൽഡിംഗ് ഉപകരണങ്ങൾ തുടങ്ങി ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ നിരവധി സാമഗ്രികൾ കണ്ടെത്തി. സുരക്ഷാ സേനയുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് ഇത്തരമൊരു സംവിധാനം ഭീകരർ ഒരുക്കിയത്. ഭാവിയിൽ സേനയ്ക്കെതിരെ വൻ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാനായിരുന്നു ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡിന്റെ പരിശോധനയ്ക്ക് ശേഷം പിടിച്ചെടുത്ത യന്ത്ര സാമഗ്രികളും ആയുധ നിർമ്മാണ സംവിധാനങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നശിപ്പിച്ചു. മാവോയിസ്റ്റ് ശൃംഖലയെ പൂർണ്ണമായി തകർക്കാനുള്ള നടപടികൾ തുടരുമെന്നും വനമേഖലകളിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും സുരക്ഷാ സേന അറിയിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റുകൾക്കെതിരായ സംയുക്ത ഓപ്പറേഷനുകൾ ശക്തമാക്കിയിട്ടുണ്ട്. നിരവധി ഉന്നത നേതാക്കളെ വധിക്കുകയും വൻ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകര ശൃംഖലയ്ക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത്. ഈ സംഭവം ഒരു പോലീസ് ഓപ്പറേഷൻ മാത്രമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ നയത്തിന്റെ പുതിയ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ആഭ്യന്തര ആയുധ തീവ്രവാദം. മാവോയിസ്റ്റ് പ്രസ്ഥാനം ആദ്യം സാമൂഹിക അസമത്വത്തെയും ഭൂമി അവകാശ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാട്ടിയെങ്കിലും കാലക്രമേണ അതിന്റെ വലിയൊരു വിഭാഗം ആയുധ സമരത്തിലും സ്ഫോടനങ്ങളിലുമാണ് വിശ്വാസമർപ്പിച്ചത്. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു, സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു, റോഡുകൾ തകർക്കപ്പെട്ടു, സ്കൂളുകൾക്കും പൊതുസൗകര്യങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടന്നു, വികസന പദ്ധതികൾ തടസ്സപ്പെട്ടു. ഒടുവിൽ നഷ്ടപ്പെട്ടത് സാധാരണ ആദിവാസി ജനതയുടെ ജീവിതവും ഭാവിയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗഡ്ചിരോളിയിൽ നടന്ന പുതിയ ഓപ്പറേഷൻ വിലയിരുത്തേണ്ടത്. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരുന്ന ആയുധ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തുക എന്നത് യാദൃച്ഛികമായൊരു വിജയമല്ല. ദീർഘകാല രഹസ്യാന്വേഷണം, കൃത്യമായ വിവരശേഖരണം, സംസ്ഥാന പോലീസും CRPFും തമ്മിലുള്ള ഏകോപനം, അപകടം നിറഞ്ഞ വനമേഖലകളിൽ നടത്തിയ തുടർച്ചയായ നിരീക്ഷണം എന്നിവയുടെ ഫലമായാണ് ഇത്തരം നേട്ടങ്ങൾ സാധ്യമാകുന്നത്. ടൺ കണക്കിന് ആയുധ നിർമ്മാണ സാമഗ്രികളും സ്ഫോടക വസ്തുക്കൾ നിർമ്മാണ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് ഭാവിയിൽ നടന്നേക്കാമായിരുന്ന നിരവധി ആക്രമണങ്ങൾ തടയാൻ സഹായകരമാകുമെന്ന വിലയിരുത്തൽ പ്രസക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ കേന്ദ്ര സർക്കാർ ആഭ്യന്തര സുരക്ഷയെ ദേശീയ സുരക്ഷയുടെ അവിഭാജ്യ ഘടകമായി കാണുന്ന സമീപനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള മേഖലകളിൽ റോഡുകളും മൊബൈൽ ടവറുകളും ആരോഗ്യ സൗകര്യങ്ങളും വിദ്യാഭ്യാസ പദ്ധതികളും എത്തിക്കുന്നതോടൊപ്പം സുരക്ഷാ സേനയുടെ സാന്നിധ്യവും ശക്തിപ്പെടുത്തി. ആധുനിക ഡ്രോണുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട രഹസ്യാന്വേഷണ ഏകോപനം, കേന്ദ്ര സംസ്ഥാന സേനകളുടെ സംയുക്ത ഓപ്പറേഷനുകൾ എന്നിവ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് നൽകിയ രാഷ്ട്രീയ പ്രാധാന്യം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിലയിരുത്തുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെയും രാജ്യത്തിനകത്തെ ആയുധ തീവ്രവാദത്തിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന സന്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് സർക്കാർ ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്.
ഈ സമീപനത്തിന്റെ ഭാഗമായി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ സാങ്കേതിക പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാനുള്ള ശ്രമങ്ങളും നടന്നു. എന്നിരുന്നാലും സുരക്ഷാ നടപടികൾ മാത്രം മാവോയിസ്റ്റ് പ്രശ്നത്തിന്റെ ഏക പരിഹാരമല്ല എന്ന അഭിപ്രായവും നിരവധി വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആദിവാസി മേഖലകളിലെ വികസനം, വിദ്യാഭ്യാസം, തൊഴിൽ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, പ്രാദേശിക ഭരണത്തിൽ ജനപങ്കാളിത്തം എന്നിവയും ദീർഘകാല സമാധാനത്തിന് നിർണായകമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയും വികസനവും ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന സമീപനമാണ് കൂടുതൽ ഫലപ്രദമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഗഡ്ചിരോളിയിലെ ഈ ഓപ്പറേഷൻ ഒരു ശക്തമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ആയുധമെടുക്കുന്നവർ എത്ര രഹസ്യമായി പ്രവർത്തിച്ചാലും സുരക്ഷാ സംവിധാനങ്ങൾ അവരെ കണ്ടെത്താൻ ശ്രമം തുടരുമെന്ന്. അതോടൊപ്പം ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹാരം തേടാനുള്ള വഴിയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിജയത്തിന്റെ യഥാർത്ഥ നായകർ വനത്തിനുള്ളിലൂടെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരും CRPF ജവാന്മാരും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അതിന് അതിരുകൾ കൽപ്പിക്കാത്ത സ്വാതന്ത്ര്യം നൽകി ധൈര്യം നൽകി മുന്നിൽ നിന്ന മോദി സർക്കാരും തന്നെയാണ്. അവരുടെ ധൈര്യവും അർപ്പണബോധവും ഇല്ലാതെ ഇത്തരമൊരു ദൗത്യം വിജയിപ്പിക്കാനാവുമായിരുന്നില്ല. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ആയുധബലത്തിലൂടെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ഏത് സംഘത്തിനുമെതിരെ നിയമപരമായും ഭരണഘടനാപരമായും ശക്തമായ നടപടികൾ തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇത്തരം ഓപ്പറേഷനുകൾ നൽകുന്നത്. അതോടൊപ്പം വികസനവും നീതിയും ജനപങ്കാളിത്തവും ഉറപ്പാക്കുന്ന നയങ്ങളിലൂടെ സംഘർഷത്തിന്റെ വേരുകളെ ദുർബലപ്പെടുത്തുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ഗഡ്ചിരോളിയിലെ ഭൂഗർഭ ആയുധശാലയുടെ തകർച്ച ഒരു അവസാനമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ പോരാട്ടത്തിലെ മറ്റൊരു നിർണായക അധ്യായമാണ്. നിയമവാഴ്ചയുടെ ശക്തിയും സുരക്ഷാ സേനയുടെ ആത്മവിശ്വാസവും ജനാധിപത്യത്തിന്റെ കരുത്തും ഒരുമിച്ച് പ്രകടമാക്കിയ ഈ സംഭവം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുടെ നിശബ്ദ സേവനത്തിന് ലഭിച്ച ഒരു അംഗീകാരമാണ് എന്നതിൽ തർക്കമില്ല.